It's me, Anjana Shiva. Welcome to Beyond Belief. ലോകത്തെല്ലായിടത്തും ഭൂതപ്രേത പിശാചുക്കളും അന്യഗ്രഹ ജീവികളും പറക്കും തളികകളുമൊക്കെ ബന്ധിപ്പിച്ച് കഥകളും വിശ്വാസങ്ങളും ഒക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കും. പലതും അതിശയോക്തികൾ കലർന്നതാണെങ്കിലും ചിലത് ഇന്നും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളായി അവശേഷിക്കുന്നുണ്ട്. ഇത്തരം കഥകളും സംഭവങ്ങളും പ്രദേശങ്ങളും ഭൂഗോളത്തിൽ ഒട്ടേറെ ഇടങ്ങളിലുമുണ്ട്. എങ്കിലും അടുത്ത കാലത്തായി ഇത്തരത്തിൽ കൂടുതൽ ശ്രദ്ധ നേടിയത് ഒരു കാടാണ്. സഞ്ചാരികളെ ആവേശഭരിതരാക്കുകയും ഗവേഷകരെ വട്ടം കറക്കുകയും ചെയ്യുന്ന ഒരു ഭീകര കഥകൾ നിറഞ്ഞ ആ കാടിനെക്കുറിച്ച് വിശദമായി അറിയാം. ഐറിഷ് എഴുത്തുകാരനായ ബ്രോം സ്റ്റോക്കർ 1897 എഴുതിയ ഭീകര നോവലായ ഡ്രാക്കുള ലോകത്ത് എല്ലായിടത്തും എത്തിയിട്ടുള്ള ഒരു പ്രേതകഥയാണ്. നോവലിൻ്റെ സ്വീകാര്യത കാരണം പലരും ഈ കഥ യാഥാർത്ഥ്യത്തിലുള്ളതാണെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. ഡ്രാക്കുളയുടെ രാജ്യമായ റൊമാനിയയിലെ ദുരൂഹതകൾ നിറഞ്ഞ ഹോയ ബാസു എന്ന കാട് സ്ഥിതി ചെയ്യുന്നത്. കൃത്യമായി പറഞ്ഞാൽ സാങ്കല്പിക കഥാപാത്രമായ ഡ്രാക്കുളയുടെ സാമ്രാജ്യമായ ട്രാൻസിൽവേനിയയിൽ ക്യൂച്ച് നപോക്ക നഗരത്തിനടുത്തുള്ള വനപ്രദേശമാണിത്. കർപ്പാത്തിയൻ പർവ്വതനിരകളുടെ ഭാഗമായ ട്രാൻസിൽവേനിയൽ ആൽപ്സിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണിത്. ഒരിക്കൽ 200ഓളം ആട്ടിൻകൂട്ടത്തോടൊപ്പം ഒരിടയനെ ഈ കാട്ടിൽ കാണാതായത്രേ. ആടുകളെക്കുറിച്ചോ ഇടയനെക്കുറിച്ചോ ഒരു വിവരവും ആർക്കും ലഭിച്ചില്ല. ഒടുവിൽ ആ ആട്ടിടയൻ കാണാതായ വനം എന്ന പേരിൽ പ്രദേശം പ്രശസ്തമാവുകയും പതിയെ ആ വനത്തിൽ ഇടയൻ്റെ പേര് വരികയും ചെയ്തുവെന്നാണ് പ്രദേശവാസികളുടെ വിശ്വാസം. എന്നാൽ ഈ വനത്തിന് ഇപ്പോഴുള്ള ലോക പ്രശസ്തിക്ക് കാരണം മറ്റൊരാളാണ്. എമിൽ പാർണിയ എന്നു പേരുള്ള ഒരു സൈനിക സാങ്കേതിക വിദഗ്ധൻ ഇവിടെ UFOയുടെ സാന്നിധ്യത്തെ സാക്ഷ്യപ്പെടുത്തിയെത്തി. തൻ്റെ അവകാശവാദം തെളിയിക്കുന്നതിനായി എമിൽ ബാർണിയ ഒരു ഫോട്ടോയും കൊണ്ടുവന്നിരുന്നു. ഹോയ ബാസു വനമേഖലയ്ക്ക് മുകളിൽ ഒരു UFO സഞ്ചരിക്കുന്നതിൻ്റെ ഫോട്ടോ ആയിരുന്നു അദ്ദേഹം തെളിവിനായി കാണിച്ചത്. ഇതോടെ ഈ പ്രദേശം ലോകമെമ്പാടുമുള്ള ആളുകളുടെ ശ്രദ്ധ നേടി. ഈ പ്രത്യേക വനമേഖലയെ ഇപ്പോൾ ദ ക്ലിയറിംഗ് എന്നാണ് വിളിക്കുന്നത്. അതിന് കാരണം UFO സഞ്ചരിച്ച പ്രത്യേക വനഭാഗം കാട് വെട്ടിത്തെളിച്ചതുപോലെയാണ് കാണുന്നത് എന്നാണ്. ഈ പ്രത്യേക ഇടത്ത് ഒന്നും വളരുന്നില്ല. ഈ ഭാഗത്തെ എല്ലാ മരങ്ങളും ചെടികളും വളരുന്നത് നിർത്തിയ പോലെ തോന്നിപ്പോകും. എമിൽ പാർണിയെ കൂടാതെ മറ്റു പലരും ഇവിടെ അന്യഗ്രഹ ജീവികളുടെ സാന്നിധ്യത്തെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. വർഷങ്ങളായി ഇവിടെ UFO കാഴ്ചകളുടെ നിരവധി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പലരും ഹോയ ബാസു വനമേഖലയിലെ ആകാശത്ത് വിചിത്രമായ വെളിച്ചങ്ങളും വസ്തുക്കളും കാണുന്നുണ്ടെന്ന് അവകാശപ്പെട്ടു. ചിലർ അന്യഗ്രഹ ജീവികളെ കണ്ടുമുട്ടിയെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇതുകൂടാതെ ഇവിടെ പ്രേത സാന്നിധ്യമുണ്ടെന്നും ഒരു വിഭാഗം ആളുകൾ പറയുന്നുണ്ട്. പ്രദേശവാസികൾക്കിടയിൽ ഇത് സംബന്ധിച്ച് പല ഐതിഹ്യങ്ങളുമുണ്ട്. ഈ വനപ്രദേശത്ത് നടന്ന യുദ്ധങ്ങളിൽ പങ്കെടുത്ത സൈനികർ ഉൾപ്പെടെ അവിടെ മരിച്ചവരുടെ പ്രേതങ്ങൾ ഈ വനത്തിലെത്തുന്നവരെ വേട്ടയാടുന്നതായി പറയപ്പെടുന്നു. പ്രേതരൂപങ്ങളെ കണ്ടതായും വിചിത്രമായ ശബ്ദങ്ങൾ കേട്ടതായും ചില സന്ദർശകർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വനത്തിനുള്ളിൽ പല സന്ദർശകരും നിഗൂഢമായ ഊർജ മേഖലകൾ അനുഭവിച്ചിട്ടുണ്ടെന്നും പറയുന്നു. വനത്തിനുള്ളിൽ സന്ദർശനം നടത്തിയവരിൽ പലർക്കും തലകറക്കം, ഓക്കാനം, വഴിതെറ്റിയ തോന്നൽ, സ്ഥലജല വിഭ്രമം, അകാരണമായ പരിഭ്രാന്തി തുടങ്ങിയ വിചിത്രമായ സംവേദങ്ങൾ അനുഭവപ്പെട്ടുള്ളതായി റിപ്പോർട്ടുകൾ ചെയ്തിട്ടുണ്ട്. ഇവരിൽ പലർക്കും തങ്ങളുടെ അനുഭവങ്ങളെ കൃത്യമായി വിവരിക്കാൻ പോലും കഴിയാത്ത മാനസികാവസ്ഥ ഉണ്ടായിട്ടുണ്ട്.
ഇത്തരം കാര്യങ്ങളെയെല്ലാം പാരാനോർമൽ അല്ലെങ്കിൽ ശരിക്കും ക്രിയേറ്റീവ് ഭാവന എന്നാണ് വിദഗ്ധർ വിശേഷിപ്പിക്കുന്നത്. ശാസ്ത്രീയ ഗവേഷണത്തിനായി ഒട്ടേറെ വിദഗ്ധർ പ്രദേശത്തെ പഠിക്കുന്നുണ്ട്. വനത്തിലെ കാന്തിക ക്ഷേത്രങ്ങളെയും വൈദ്യുത കാന്തക പ്രതിഭാസങ്ങളെയും കുറിച്ചുള്ള പഠനങ്ങൾ ഉൾപ്പെടെയുള്ള ഈ ഗവേഷണത്തിൻ്റെ വിഷയമാണ്. എങ്കിലും ഇപ്പോഴും കൃത്യമായൊരു ഉത്തരം കിട്ടിയിട്ടില്ല. ഹോയ ബാസ്യു പ്രദേശത്തെക്കുറിച്ച് പല സിദ്ധാന്തങ്ങൾ പറയുന്നുണ്ടെങ്കിലും സാധാരണക്കാരെ സംബന്ധിച്ച് ഈ വനം സവിശേഷകരവും നിഗൂഢകരവുമാണ്. ഇവിടുത്തെ വിചിത്രമായ അന്തരീക്ഷം അനുഭവിക്കാനായി സാഹസികരും ധൈര്യം സംഭരിച്ച് എത്തുന്നവരും ഉൾപ്പെടെ ഒരു വലിയ വിഭാഗം സഞ്ചാരികൾ ഹോയ ബാസുവിൽ എത്തുന്നു. എന്താ, ഡ്രാക്കുളയുടെ രാജ്യത്തെ ഈ കാട് കയറാൻ നിങ്ങളൊന്ന് ശ്രമിക്കുന്നുണ്ടോ?